അതെ, നിങ്ങളത് വിശ്വസിക്കില്ല. റൺവേ ഈ പടത്തിന്റെ ഒരു റീമേക്ക് ആണ്. ഓഗസ്റ്റ് 14 ഇറങ്ങാൻ പോകുന്ന രജനീകാന്തിന്റെ കൂലിക്ക് വരെ ഈ സിനിമയായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. എന്തിന് ദൃശ്യം ചൈനയിലേക്ക് റീമേക്ക് ചെയ്യുന്നതിനേക്കാളും 30-40 കൊല്ലം മുമ്പേ ചൈനക്കാർ ഈ പടം റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേതാന്ന് പറയണേക്കാളും മുമ്പ് ഒരു കഥ ചൊല്ലട്ടുമാ. രണ്ട് ബ്രദേഴ്സിന്റെ കഥയാണ്. വീട്ടിലെ കഷ്ടപ്പാട് കാരണം ഡോണായി മാറുന്ന ഒരു ചേട്ടനും ഇതറിയാതെ ചേട്ടനുള്ള അതേ സ്ഥലത്തേക്ക് പോലീസായിട്ട് കയറി വരുന്ന അനിയനും. ഇപ്പൊ ഞാൻ പറഞ്ഞത് 2004 ഇറങ്ങിയ നമ്മളുടെ റൺവേയുടെ കഥയല്ല, 1975 ഇറങ്ങിയ അമിതാഭ് ബച്ചന്റെ ദീവാറിന്റെ കഥയാണ്. ഇന്ത്യൻ സിനിമയെ തന്നെ ഇത്രയധികം അൺഒഫീഷ്യൽ റീമേക്ക് ചെയ്ത, ഇത്രയും ഇൻസ്പിറേഷൻസ് എടുത്ത വേറെ പടമേ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൺവേ മാത്രമല്ല, KGF തൊട്ട് നമ്മുടെ പൊട്ടിപ്പണ്ടാറടങ്ങിയ ഏറ്റവും മികച്ച ചിത്രമായിട്ടുള്ള മരക്കാറിൽ വരെ ഇതിന്റെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ പടത്തിന്റെ ഒരു നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് റൺവേ. ആ ഒരു പ്ലോട്ട് പോയിന്റ് മാത്രം എടുത്തിട്ട് നല്ലൊരു പടം ഉണ്ടാക്കി, നല്ല കിടിലം കൊമേഴ്ഷ്യൽ പടം. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വിജയണ്ണനും ഈ സാധനം ചെറിയ രീതിയിൽ ഒന്ന് റീമേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു ജയറാമന്റെ പടത്തിലും ഇതിന്റെ ചെറിയൊരു ഇൻസ്പിറേഷൻ കാണിച്ചു തരാം. അതിനു മുമ്പ് രജനീകാന്തിന്റെ ഇറങ്ങാൻ പോകുന്ന കൂലിയും പിന്നെ ഈ പടവും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്നല്ലേ, അമിതാഭ് ബച്ചന്റെ ദീവാർ എന്ന് പറഞ്ഞ ഈ പടം തമിഴിൽ റീമേക്ക് ചെയ്തത് രജനീകാന്താണ്. അമിതാഭ് ബച്ചൻ അതിലൊരു കൂലിയാണ്, അതുപോലെ തന്നെ രജനീകാന്ത് ഇതിൽ കൂലിയാണ്. അതിൽ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് രജനീകാന്ത് കൂലി ചെയ്തത്. അപ്പോൾ അതിൽ ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ലോകേഷ് ഇപ്പൊ കൂലി ചെയ്യുന്നത്. LHS = RHS. ഓക്കെ, 8 ഷൂ പോളിഷ് ചെയ്ത് ആദ്യം ബണ്ണ് വാങ്ങിച്ചത് നമ്മുടെ റോക്കി ബായ് അല്ല, ഇതിലത്തെ അമിതാഭ് ബച്ചനാണ്, ദീവാറിലെ വിജയ്. അതെ, അമിതാഭ് ബച്ചന്റെ ഈ ക്യാരക്ടറിന്റെ പേര് വിജയ് എന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് വിജയണ്ണന്റെ ഒരു പടത്തിൽ ഇത് വളരെയധികം നല്ല രീതിയിൽ ഇൻസ്പയർ ചെയ്ത ഒരു പടം ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. അതിനും എനിക്കൊരു കഥ പറയാനുണ്ട്. പോക്കിരിയൊക്കെ ഹിറ്റ് അടിച്ച് നല്ല ആഘോഷത്തിമേർപ്പിലെക്കുന്ന വിജയ് പ്രഭുദേവയുടെ അടുത്ത് എന്നിട്ട് പിന്നെയും ഒരു പടം കമ്മിറ്റ് ചെയ്യാണ്. നമുക്ക് ഇത്തവണ റീമേക്കും കോപ്പൊന്നും വേണ്ട, നമുക്ക് ഒറിജിനൽ സാധനം വേണമെന്ന് പറഞ്ഞ് പടച്ചു വിട്ടൊരു സാധനമാണ്. വില്ലിലത്തെ ഫസ്റ്റ് ഹാഫ് അല്ല, സെക്കൻഡ് ഹാഫിലത്തെ കുറച്ച് പോർഷൻ ശരിക്കും ഇതിന്റെ ഡിറ്റോ കോപ്പിയുടെയാണ്. വില്ലിലത്തെ അച്ഛൻ വിജയ് വളരെ വലിയൊരു രാജ്യസ്നേഹിയൊക്കെ ആയിരിക്കും. എന്നിട്ട് വില്ലന്മാരൊക്കെ ചേർന്ന് പുള്ളീനെ ഒറ്റുകാരനായിട്ടൊക്കെ ചിത്രീകരിച്ച് ഇവരെ ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആക്കുന്നതാണ് സംഭവം. എന്നിട്ട് വിജയുടെ അമ്മയുടെ തലയിൽ ഒരു പച്ചയും കുത്തി കൊടുക്കും. ഇനി നിങ്ങൾ ദീവാറിന്റെ കഥ ശ്രദ്ധിച്ച് കേൾക്കാം. ഇതുപോലെ തന്നെ അമിതാഭ് ബച്ചന്റെ അച്ഛൻ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനായിരിക്കും. ഇതുപോലെ തന്നെ വില്ലന്മാര് പുള്ളിയുടെ അച്ഛനെ ഫ്രെയിം ചെയ്യും. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്, പച്ച കുത്തുന്നത് പുള്ളിക്കാരന്റെ അമ്മേനെയല്ല, മറിച്ച് ആ നായകന്റെ ക്യാരക്ടറിനെയാണ്. പിന്നെ ഈ പച്ച കുത്തുന്നതിന്റെ ചെറിയൊരു ഇൻസ്പിറേഷനാണ് നമ്മുടെ മയിലാട്ടത്തിലെ, അതായത് ജയറാമിന്റെ മയിലാട്ടത്തിലെ പളനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലൊരു പച്ച കുത്തുന്ന സീനുണ്ട്. അതിന്റെ ചെറിയൊരു ഇൻസ്പിറേഷൻ എന്ന് വേണേൽ പറയാതെ. ഞാൻ ഇതിന്റെ ഒരു ചൈനീസ് റീമേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, എ ബെറ്റർ ടുമാറോ എന്നാണ് ആ പടത്തിന്റെ പേര്. ഇതേ സെയിം കഥ തന്നെയാണ്. പക്ഷെ ആ ഡയറക്ടറും അതിലത്തെ ആക്ടേഴ്സും ഒക്കെ വലിയൊരു ഫോർച്യൂൺ അതിൽ നിന്ന് ഉണ്ടാക്കി. പക്ഷേ അതൊരു ഒഫീഷ്യൽ റീമേക്ക് അല്ല, കട്ട് എടുത്തുകൊണ്ട് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഷോട്ട് ബൈ ഷോട്ട് ഏകദേശം സിമിലർ സംഭവമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ബെറ്റർ ടുമാറോയിൽ ചേട്ടനായിട്ടുള്ള ഗാങ്സ്റ്റർ മരിക്കുന്നില്ല. പക്ഷേ ദീവാറിലാണെങ്കിൽ അമിതാഭ് ബച്ചന്റെ ഗാങ്സ്റ്റർ ആയിട്ടുള്ള വിജയ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ക്ലൈമാക്സിൽ മരിക്കുന്നതാണ്. പിന്നെ മരക്കാറിൽ പ്രണവ് കാശിങ്ങനെ കയ്യിൽ വെച്ച് തരണം എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു അതേ സംഭവം ഷോട്ട് ബൈ ഷോട്ട് ഡയലോഗ് ബൈ ഡയലോഗ് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. എടുത്തു തരീൻ, പിച്ച വെച്ച കായല്ല ഇങ്ങനെ എറിഞ്ഞേരെ. ആൻഡ് ഇതിനൊരു മലയാളം റീമേക്ക് ഉണ്ടായിരുന്നു. ദീവാറിന്റെ മലയാളം റീമേക്ക് ചെയ്തത് മമ്മൂക്കയാണ്. നദി മുതൽ നദി വരെ എന്നാണ് ആ പടത്തിന്റെ പേര്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ പടാന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. 1001 മൂവീസ് യു മസ്റ്റ് സീ ബിഫോർ യു ഡൈ എന്ന് പറയുന്ന ലിസ്റ്റിൽ റോക്കി, എക്സോസിസ്റ്റ്, ബ്ലേഡ് റണ്ണർ ഈ പടങ്ങളുടെ ഇടയിൽ ഇന്ത്യ എന്നുള്ളൊരു പടമാണ് ഈ പടം. നിങ്ങൾ ഇത്രയും വരെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ബോണസ് സംഭവം കൂടി തരാം. എല്ലാവരും ദിലീപേൻ്റെ സ്ക്രിപ്റ്റ് എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് കറൻ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ എഴുതുന്ന ഒരു മൂഡിനനുസരിച്ചുള്ള കുറേ പടങ്ങൾ, ദിലീപിൻ്റെ കുറേ പടങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സംഭവം നോട്ടീസായി. ദി ഡോണിലെ ഈ സീൻ, നമ്മളൊക്കെ കണ്ട് പുളകം കൊണ്ട ഈ സീൻ,